2 മുൻനിര നായകന്മാരാണ് 2025-ൽ വർഷാവസാനം കംബാക്ക് സിനിമകളുമായി എത്തിയത്. നിവിൻ പോളിയുടെ സർവ്വമായ 120 കോടി കളക്ഷനുമായി ബോക്സ് ഓഫീസ് ഇറക്കിമറിച്ച് മുന്നേറുന്നു. എന്നാൽ വൻ ഹൈപ്പിലെത്തിയ ദിലീപിന്റെ ഫാഫാബ പൊടി പോലുമില്ലാതെ കണ്ടുപിടിക്കാൻ. നായകനായി എത്തിയ ദിലീപ് മുതൽ അതിഥി വേഷമായി എത്തിയ മോഹൻലാൽ വരെയുള്ളവർ വൻതോതിൽ ട്രോൾ ചെയ്യപ്പെട്ടു എന്നത് മാത്രമാണ് ഫാഫാബയുടെ കാര്യത്തിൽ സംഭവിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതിനു ശേഷം ഇറങ്ങിയ രാമലീല തിയേറ്ററിൽ വൻ ഹിറ്റായിരുന്നു. എന്നാൽ അതിനുശേഷം ഇറങ്ങിയ ദിലീപ് ചിത്രങ്ങൾക്കൊന്നും ആ വിജയം ഒരിക്കലും ആവർത്തിക്കാനായില്ല. കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ദിലീപിന്റെ വമ്പൻ തിരിച്ചുവരവെന്ന ആ പ്രഖ്യാപനത്തോടാണ് ഫാഫാബ എത്തിയത്. അതിഥി വേഷത്തിൽ മോഹൻലാൽ എത്തുന്നു എന്നതും ചിത്രത്തിന്റെ പ്രതീക്ഷയേറി. ദിലീപും മോഹൻലാൽ ആരാധകർ വലിയ ആഘോഷമാക്കുമെന്ന് കരുതിയ ചിത്രം ആദ്യത്തെ ആഴ്ച പിന്നിട്ടതോടെ തന്നെ മൂക്കുകുത്തി വീണു. 40 കോടിയിലേറെ ബഡ്ജറ്റിലാണ് ഫാഫാവ ഒരുക്കിയത്. തിയേറ്ററിൽ നിന്ന് ചിത്രത്തെ സ്വന്തമാക്കാൻ സാധിച്ചത് 46.5 കോടി മാത്രമാണ് എന്ന് റിപ്പോർട്ടുകൾ. ചിത്രം നിർമ്മാതാവിനും വിതരണക്കാർക്കും ലാഭമാകണമെങ്കിൽ കുറഞ്ഞത് 70 കോടിയെങ്കിലും തിയേറ്ററിൽ നിന്ന് നേടണമായിരുന്നു. പക്ഷേ 100 കോടി അവകാശവാദമായി എത്തിയ ചിത്രത്തിന് ക്യാമിയോ എത്തിയ മോഹൻലാലിന് നൽകിയ പ്രതിഫലത്തുക പോലും തിരിച്ചുപിടിക്കാനായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതുമാത്രമല്ല, വളരെ കുറഞ്ഞ തുകയ്ക്കാണ് ചിത്രത്തിന്റെ OTT അവകാശം വിറ്റുപോയത് എന്നാണ് വിവരം. സി ലൈവ് 5-ലാണ് ഫാഫാബ OTT റിലീസായി എത്തുക. ജനുവരി 16 എത്തുന്ന ചിത്രത്തിന് 10 കോടി താഴെ മാത്രമാണ് OTT റൈറ്റ്സ് ലഭിച്ചത് എന്നത് സൂചന. ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾക്ക് OTT റൈറ്റ്സ് വക കിട്ടുന്ന തുകയേക്കാളും വളരെ കുറവാണിത്.